അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സമസ്ത മുസ്ലിയാക്കന്മാർക്ക് ജനങ്ങളെ കബളിപ്പിക്കാൻ പ്രത്യേക കോഴ്സ് വല്ലതുമുണ്ടോ എന്നൊരു സംശയം. സക്കരിയ സ്വലാഹി റഹിമഹുല്ലാഹ് വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു പ്രഭാഷണത്തിന്റെ ഏതാനും ഭാഗങ്ങൾ കാണിച്ചുകൊണ്ട് അതിനുള്ള ഒരു മറുപടി ആയിക്കൊണ്ടാണ് ഒരു കുട്ടിക്കുബൂരി വന്നിട്ടുള്ളത്. അദ്ദേഹം ജനങ്ങളെ അതിവിദഗ്ധമായി കബളിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ചോദ്യം തന്നെ പൂർണ്ണ രൂപത്തിലല്ല ഉള്ളത്. എന്നിട്ടോ ആ കാണിക്കപ്പെട്ട ചോദ്യത്തിൽ പോലും കൃത്യമായി മറുപടിയുമല്ല പറയുന്നത്. നമുക്കതൊന്ന് കേൾക്കാം. കുറച്ച് നാൾ മുമ്പ് സക്കരിയ സ്വലാഹിയുടെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. അത് ഇദ്ദേഹം കണ്ടോന്നറിയില്ല, ഒന്ന് കേട്ടു നോക്കി നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധാപൂർവം കേട്ടോ. എന്താണ് ചോദ്യം എന്ന്, അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിലെ ചോദ്യം എന്താണെന്ന് ശരിക്കും ശ്രദ്ധിച്ച ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഈ കുട്ടി ഖുറാഫി പറയാൻ വേണ്ടി പോകുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് എത്ര സഹാബത്ത് മരിച്ചു, നബിന്റെ കുടുംബങ്ങൾ മരിച്ചു, മയ്യത്തുകത്തിൽ കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ അവിടെ ഒരാൾ ആയിരുന്നിട്ട് ആമീൻ പറഞ്ഞ സംഭവം ഒരു സംഭവം നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ സാധിക്കും? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരുപാട് സഹാബാക്കളൊക്കെ മരണപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ വെച്ച് ഒരാൾ പ്രാർത്ഥിക്കുകയും മറ്റുള്ളവർ ആമീൻ പറയുന്ന ഒരു സംഭവം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പറ്റുമോ എന്നാണ് ഇദ്ദേഹം കാണിക്കുന്ന ക്ലിപ്പിലെ ചോദ്യത്തിലുള്ളത്. ഇനി ഇദ്ദേഹത്തിന്റെ മറുപടി നമുക്കൊന്ന് കേൾക്കാം. ഒരു വിഷയത്തിൽ ഒരു ബോധമില്ലെങ്കിലും വെറുതെ അങ്ങ് വെല്ലുവിളിക്കും. ഒരു വിഷയത്തിലും ഒരു ബോധവുമില്ലാതെ സക്കരിയ സ്വലാഹി വെല്ലുവിളിച്ചു എന്നാണല്ലോ പറയുന്നത്. ഇനി ബോധമുള്ള മുസ്ലിയാരുടെ മറുപടിയാണ് കേൾക്കേണ്ടത്. സക്കരിയ സ്വലാഹി, ഇതാണ് നിങ്ങൾക്കുള്ള മറുപടി ശരിക്കും ശ്രദ്ധിച്ചോ. ചോദ്യം നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ഇനി മറുപടി കേട്ടോ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ സലമ റളിയല്ലാഹു തആല അൻഹു വഫാത്തായ സമയത്ത് കടന്നു വരികയാണ്. സ്വഹീഹ് മുസ്ലിമിലെ 920 ഹദീസാണ്. സഹീഹ് മുസ്ലിമിലെ 920 നമ്പർ ഹദീസാണ് ഇപ്പൊ മുസ്ലിയാർ വായിക്കാൻ പോകുന്നത്. അതിലെന്താണ് സംഭവം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ട സമയത്ത് അവിടേക്ക് വരികയാണ്. എന്നിട്ടോ അവിടെ വെച്ച് എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഒരു കൂട്ടുപ്രാർത്ഥന നടത്താൻ വേണ്ടി പോവുകയാണ്. അപ്പൊ അവിടെയുള്ള സഹാബാക്കളൊക്കെ ആമീൻ പറയുന്ന ഒരു കൂട്ടുപ്രാർത്ഥന നടത്താൻ വേണ്ടി പോകുന്നത് കേട്ടോ. അവിടെ വന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എന്ത് ചെയ്യുകയാണ്? ദുആ ചെയ്യുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ മുജാഹിദുകൾ ആരെങ്കിലും മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. എല്ലാവരും പ്രാർത്ഥിക്കണം എന്നാ പറഞ്ഞത്. സക്കരിയ സ്വലാഹി റഹിമഹുല്ലാഹ് ചോദിച്ചെന്താണ്? കൂട്ടുപ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടാണ് ഒരാൾ പ്രാർത്ഥിക്കുകയും മറ്റുള്ളവർ ആമീൻ പറയുകയും ചെയ്യുന്നത്. ഈ ചോദ്യം തന്നെ ഇവൻ മുക്കിയിട്ടുണ്ട്. ഇവൻ കൊണ്ടുവന്ന ഹദീസിലോ അവിടെ കൂട്ടുപ്രാർത്ഥന നടത്തി എന്നുമില്ല. എന്നാൽ സക്കരിയ സ്വലാഹി റഹിമഹുല്ലാഹുടെ ചോദ്യത്തിന്റെ പൂർണ്ണ രൂപം എന്താണ്? അത് ഈ കുബൂരി അതിവിദഗ്ധമായി കട്ടുമുറിച്ചിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത്. എന്നിട്ട് കൊണ്ടുവന്നിട്ട് മറുപടി പറഞ്ഞത് പോലും ആ ചോദ്യത്തിനുള്ള മറുപടി ആയിട്ടും ഇല്ല. ഇനി നമുക്ക് ആ ചോദ്യത്തിന്റെ പൂർണ്ണ രൂപം കേൾക്കാം. കേൾപ്പിച്ചിരുന്ന ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ഫ്രീക്ക മുസ്ലിയാർ തന്നെ ആയി കഴിഞ്ഞാലോ? ഫ്രീക്ക മുസ്ലിയാരെ ഒന്ന് കേൾപ്പിച്ചു കൊടുക്കും. ഈ തലക്കെട്ടാരനെ ഒന്ന് കേൾക്കട്ടെ. വിളിക്കണം, മയ്യത്തിൽ ഇറക്കി വെച്ചിട്ടുള്ള അൽഫാത്തിഹ. എന്നിട്ട് ഇങ്ങനെ എല്ലാവരും ഈ മയ്യത്തുകത്തിന് പിടിച്ചോനും നാട്ടിലൊക്കെ ഇങ്ങനെ ആമീർക്കണം. എവിടെ കിട്ടിയത്? അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് എത്ര സഹാബത്ത് മരിച്ചു, നബിന്റെ കുടുംബങ്ങൾ മരിച്ചു, മയ്യത്തുകത്തിൽ കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ അവിടെ ഒരാൾ ആയിരുന്നിട്ട് ആമീൻ പറഞ്ഞ സംഭവം ഒരു സംഭവം നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ സാധിക്കോ? നിങ്ങളെ തിക്കിന്റെ കിതാബിന്റെ ഇബാറത്ത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കോ? തലക്കെട്ടാരെ സാധിക്കോ? നാട്ടുകാരെ പറ്റിച്ച് ജീവിച്ചാ പോരാ ഖുറാഫി? എനിക്ക് സാധിക്കോ ഖുറാഫി? നിങ്ങളുടെ ഫിഖിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് കൊണ്ടുവരാൻ സാധിക്കോ എന്നാ ചോദിച്ചത്. കൊണ്ടുവരാൻ സാധിക്കോ? മയ്യത്തിറക്കി വെച്ച് അൽഫാത്തിയെ വിളിച്ച് കൂട്ടുപ്രാർത്ഥന നടത്തുന്നതിന് തെളിവ് കാണിക്കാൻ വേണ്ടി പറ്റുമോ എന്നാണ് ചോദ്യം. ആ ചോദ്യത്തിനുള്ള മറുപടി ഉണ്ടെങ്കിൽ അതും കൊണ്ടുപോവാ. അതല്ലാതെ അരിയത്ര മാപ്പിള എന്ന് ചോദിക്കുമ്പോൾ പയരഞ്ഞായി എന്ന് മറുപടി പറഞ്ഞാൽ അതിൽ സമാധാനം കണ്ടെത്തുകയല്ല വേണ്ടത്. കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.